സോ ഗൈസ്, ലോക്ക മൂവി എൻ്റെ പൊന്നോ, ഇത്രയും കിടുവായിട്ടുള്ള ഒരു മലയാളം മൂവി ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടില്ല. അതായത് ഇതൊരു മലയാള സിനിമയാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഇങ്ങനൊരു മൂവി എടുക്കാൻ കാണിച്ച ദുൽഖറിൻ്റെ ആ ഒരു പ്രൊഡക്ഷന് ഒരു ഹാറ്റ്സ് ഓഫ്. കിണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ, എൻ്റെ പൊന്നും മനുഷ്യ, നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ്? നമ്മൾ ഈ DC യൂണിവേഴ്സ് കാണുന്ന പോലെ, മാർവൽ യൂണിവേഴ്സ് കാണുന്ന പോലെ അതൊരു കിടുക്കാച്ചി പടം. അതായത് ഇതൊരു മലയാള സിനിമയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ തോന്നിപ്പോവും. നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ കെട്ടുകഥകളും മിത്തുകളും പഴങ്കഥകളും അതിനെ എല്ലാത്തിനും കൂടെ ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആക്കി അടിപൊളി മേക്കിങ്ങിൽ ഒരു കിണ്ണം പടം. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം മൂവി നിങ്ങൾ മിസ് ചെയ്തു, തിയേറ്ററിൽ മിസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനൊരു മൂവി ഇവർക്കിത് എങ്ങനെ ചിന്തിക്കാൻ തോന്നി എന്നുള്ളതാണ്. അതായത് ഒരു 5-10 വർഷം മുന്നേ ആണെങ്കിൽ ഇങ്ങനൊരു സിനിമ നമ്മൾ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണും. സ്വപ്നത്തിൽ ഇങ്ങനൊരു സിനിമ സംഭവിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ ആരുടെങ്കിലും പോയി കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാൻ വേണ്ടി പോകുന്നത് അയ്യോ ഇതെങ്ങനെ സിനിമയാക്കും, കാരണം മലയാള സിനിമയിൽ ഇങ്ങനൊരു പരിപാടി പറ്റില്ലല്ലോ എന്നവർ പറയുള്ളൂ. കാരണം നമ്മൾ ഹോളിവുഡ് ഇംഗ്ലീഷ് സിനിമയിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടി മലയാള സിനിമയിൽ ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർബായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും അടുത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഏറ്റവും എടുത്തെന്നല്ല, ഇതിനകത്ത് ഈ ഒരു പടത്തിന്റെ ഒരു ഷോ സ്റ്റീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണിയാണ്. എൻ്റെ പൊന്നോ, മലയാള സിനിമയിൽ കല്യാണിക്കല്ലാണ്ട് ഈ ഒരു റോള് വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു കിടുവായിട്ടാണ് കല്യാണി ഈ ഒരു സിനിമ ചെയ്ത് വെച്ചേക്കുന്നത്. ആക്ഷൻ ആയിക്കോട്ടെ, ലുക്ക് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മള് മാർവലില് നമ്മള് ബ്ലാക്ക് വിഡോനെ കാണത്തില്ലേ, അതൊരു ഗ്രേസ് ആണ്. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് വിഡോനേക്കാളും ഇപ്പൊ ബ്ലാക്ക് വിഡോന്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ബ്ലാക്ക് വിഡോയെക്കാളും ഒക്കെ കല്യാണി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കമ്പാരിസൺ, എൻ്റെ ആ ഒരു എന്താ പറയണ്ടേ, പടം കണ്ട ആ ഒരു കിക്കില് ബ്ലാക്ക് വിഡോയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നതാണ്. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും ബ്ലാക്ക് വിഡോ അവിടെ കിടക്കുന്നു, നമ്മുടെ മോളിവുഡ് പടം അവിടെ കിടക്കുന്നൊക്കെ വേണം ചോദിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. കാരണം ബ്ലാക്ക് വിഡോ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഒരു കിക്കുണ്ട്. ആ ഒരു പരിപാടി കല്യാണി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ പോലും ഞാൻ നടത്തിയത്. സൂപ്പർബാണ് പടം കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് പടത്തെ പറ്റി ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കാന്ന് തോന്നും. ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ജേക്സ് ബിജോയ് ആണ്. ജേക്സ് ബിജോയുടെ വർക്ക് നമ്മൾ തുടരും സിനിമ കണ്ടപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞെഴുതി വെച്ച കാര്യമാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പേര് ജേക്സ് ബിജോ എന്നായിരിക്കും. കാരണം ജേക്സ് ബിജോയ് അതായത് ഒരു പടത്തിന്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാക്കി, പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഏറ്റവും മിടുക്കനാണ് ജേക്സ് ബിജോയ്. അത് പുള്ളി കിണ്ണനായിട്ട് ഒരു രക്ഷയില്ലാണ്ട് പുള്ളി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സിനിമയുടെ നിങ്ങൾ ട്രെയിലറിലും അല്ലെങ്കിൽ ടീസറിലും പോലെ ഒരു സൂപ്പർ ഹീറോ പരിപാടി തന്നെയാണ്. ഈ സൂപ്പർ ഹീറോ പരിപാടി നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ പഴങ്കഥകളുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പഴങ്കഥകളുമായിട്ട് ഈസിലി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ. അത് ഡൊമിനിക് അരുൺ തന്നെയാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിനകത്തും പുള്ളിയും ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒറ്റക്കല്ല ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശാന്തി, ഒരു ആർട്ടിസ്റ്റായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്ര നാളായിട്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളൊരു ഒരു കാലിബർ അവർക്ക് ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അവർക്ക് ഇത്രയും കഴിവുള്ള ഒരു ലേഡിയാണ് അവരെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു പടം കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഇതിന്റെ ചാപ്റ്റർ 1 മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ചാപ്റ്റർ 2ഉം 3ഉം 4ഉം ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് ആവാൻ വേണ്ടി പോകുന്ന ഒരു യൂണിവേഴ്സ് ആയിരിക്കും ഇത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ഇപ്പൊ LCU എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. LCU നമ്മൾ ഇപ്പോൾ കൈദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിക്രം ആയിക്കോട്ടെ, ലിയോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു യൂണിവേഴ്സ് അവിടെ ഉണ്ട്. പക്ഷേ ആ യൂണിവേഴ്സിൽ സിനിമകൾ ഇപ്പം കൈദി വന്നു, അല്ലെങ്കിൽ വിക്രം വന്നു, ലിയോയും കൂടെ വന്നു. ലിയോ വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു എന്തോ ഫോഴ്സ്ഫുള്ളി ചേർത്ത് വെച്ച പോലെ. അത് ലോകേഷ് എനിക്ക് തോന്നുന്നു ആദ്യം കൈദി ചെയ്തു, പിന്നീട് വിക്രം ചെയ്തു, ഫോഴ്സ്ഫുള്ളി അവിടെ ലിയോനെ കയറ്റി വെച്ചതാ. ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു വെൽഫെയറിന്റെ ഈ ഒരു യൂണിവേഴ്സിൽ ഇവർക്ക് തന്നെ അറിയാം ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അതായത് ചാപ്റ്റർ 1ഉം ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി 2ന്റെയും 3യുടെയും 4ന്റെയും കഥ ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു പടം എടുത്തിട്ട് അത് ക്ലിക്കായ സമയത്ത് അടുത്തൊരു കഥ വന്നപ്പോഴത്തേക്കും
ഇതിന്റെ കൂട്ടത്തിൽ ജോയിൻ ആക്കിയതല്ല. ഓൾറെഡി ഇവര് ഇപ്പോൾ വാർ സീരീസ്, ഇപ്പോൾ വാർ, പഠാൻ അല്ലെങ്കിൽ ടൈഗർ ആ ഒരു യൂണിവേഴ്സ് ഉണ്ട് ബോളിവുഡിൽ. അപ്പോൾ അവരാണെങ്കിൽ തന്നെയും ആദ്യം ഒരു സിനിമ എടുക്കുന്നു, പിന്നീട് അവരുടെ മനസ്സിലേക്ക് വരികയാണ് ഇതൊരു യൂണിവേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവരുടെ കയ്യിൽ ഓൾറെഡി എല്ലാത്തിന്റെയും സ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പൊ ക്യാമിയോസ് ആയിട്ട് വരുന്ന ആൾക്കാർ, ഞാൻ പറയുന്നില്ല ആരൊക്കെയാണ് ക്യാമിയോസ് ആയിട്ട് വരുന്നത്, ഓൾറെഡി അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ആരൊക്കെയാണ് ക്യാമിയോസ് ആയിട്ട് വന്നിട്ടുള്ളതെന്നുള്ളത്. കാരണം അതൊക്കെ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർ ക്യാമിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെയും ഇനി നാളെ ഇതിന്റെ ചാപ്റ്റർ 2ഉം 3ഉം 4ഉം വരുമ്പോൾ അവരെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇപ്പോഴേ കിട്ടുന്നുണ്ട്. നമുക്കതൊരു റൊമാൻറ്റിഫിക്കേഷൻ ആണ് ആ ഒരു പടം കാണുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ക്യാമിയോ റോൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അയാൾ നെക്സ്റ്റ് മൂവിയിൽ അയാൾ എന്തായിരിക്കും എന്നുള്ളത് ഇവരുടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് അടുത്ത സിനിമ വരും എന്നുള്ളത് നമുക്ക് തന്നെ കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ കല്യാണി, ഞാൻ പറഞ്ഞല്ലോ, കല്യാണിയുടെ പരിപാടിയാണ് സിനിമയിൽ ഉടനീളം. അതായത് തുടക്കം മുതൽ അവസാനം വരെ പടം കൊണ്ടുപോകുന്നത് കല്യാണിയാണ്. കല്യാണിയുടെ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ. ഇനി കല്യാണിക്കൊരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഇതിനകത്തൊരു നസ്ലിന്റെ കഥാപാത്രം, അല്ലെങ്കിൽ ചന്തുവിന്റെ കഥാപാത്രവും, അല്ലെങ്കിൽ അവരുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഇവരൊക്കെ കല്യാണിയുടെ കഥാപാത്രത്തിന്റെ സപ്പോർട്ടേഴ്സാണ് അവർ ചെയ്തേക്കുന്നത്. നസ്ലിന് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ സലിംകുമാറിന്റെ മകൻ ചന്തു, പുള്ളി ചെയ്തേക്കുന്ന പടത്തിനകത്ത് എപ്പോഴും ഒരു ഓവർ അഭിനയമോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇതിനകത്ത് പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പറ്റുന്ന പരിപാടി പുള്ളി വെടിപ്പായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ പടം ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ തന്നെ കാണേണ്ട, ഇത് നിങ്ങൾ OTT-യിൽ ഈ പടം കാണാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ TV-യിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മിസ്സിംഗ് ആണ്. അതിഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം. VFX ആയിക്കോട്ടെ, VFX എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിതിനെ കണ്ടിങ്ങനെ കോരിത്തരിച്ചിരുന്ന് പോകും. ക്യാമറ വർക്കും എല്ലാം തന്നെ, പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്ത ഒരാൾക്ക് കൈയ്യടി കൊടുക്കണം. കാരണം ഇത്രയും ഫാസ്റ്റ് ആയിട്ടൊരു മൂവിയെ കൊണ്ടുപോകുക. കാരണം ഇതേപോലൊരു മൂവി, ഇതൊരു പരീക്ഷണ ചിത്രം കൂടിയാണ്. കാരണം മലയാള സിനിമയിൽ ഇതേപോലെ സൂപ്പർ ഹീറോ മൂവി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അത്ര എളുപ്പമുള്ള പരിപാടിയോ ചെറിയ പരിപാടിയൊന്നുമല്ല. അപ്പൊ അങ്ങനെ പരീക്ഷണം ചിത്രം വരുമ്പോഴത്തേക്കും ഇത്രയും ഗംഭീരമായിട്ട് VFX ഒരുക്കി, ഇത്രയും നൈസായിട്ട് അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത്, കാരണം നമുക്ക് ഒരു സ്ഥലത്ത് പോലും ഒരു ലാഗ് അടിക്കുന്നില്ല. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു താരതമ്യം ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ബെറ്റർ, സെക്കൻഡ് ഹാഫ് അതിനേക്കാൾ ഇതായിപ്പോ അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ത്രൂ ഔട്ട് മൂവി ഇങ്ങനെ അങ്ങ് പോവുക. അതായത് ഒരേ പേസിലല്ല, ഐ മീൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടല്ല പോവുക, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടല്ല പോവുക, ഇങ്ങനെ അങ്ങ് കയറി പോവുക പടത്തിന്. അത് എവിടെയും താണ് പോകുന്നേയില്ല. ഇപ്പോൾ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ബാംഗ്ലൂരിലാണ് പടം നടക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്താണ് പടം നടക്കുന്നത്. പക്ഷെ നമ്മൾ പടം കാണുന്ന മൊമെന്റിൽ തന്നെ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന സിനിമ പോലെ നമുക്ക് തോന്നിപ്പോവും. നമ്മളിത് നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന കഥയായിട്ടോ, നമ്മുടെ ലോകത്ത് നടക്കുന്ന കഥയായിട്ടോ, നമ്മളിത് ഈ യൂണിവേഴ്സിലേക്ക് നമ്മളങ്ങ് കയറുക. അത് അവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലൈക്ക് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ നമ്മുടെ മിത്തോളജിയൊക്കെ കണക്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്കൊരു പുതിയ ലോകമാണ്. അത് അങ്ങനൊരു സാധനം നമ്മൾ അതിലേക്ക് ഇന്നാകുക. ഒരു മൂവിയിൽ അവരുടെ ലോകത്തേക്ക് നമ്മൾ ഇന്നാകുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പക്ക എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സിനിമയും എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കഥകളും നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന സന്ദർഭങ്ങളും ആയിരിക്കും. വേറൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ ഒരു സിനിമ കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നൈസാണ്. ഇപ്പോൾ സ്പൈഡർമാൻ്റെ മൂവി കാണുമ്പോൾ, മാർവൽ മൂവീസ് കാണുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ, ഇങ്ങനെയുള്ള സൂപ്പർ ഹീറോസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനതായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിലേക്ക് ഇന്നായി, ആ ഒരു മൂവിയിലേക്ക് നമ്മൾ ഇന്നായി, നമുക്കത് എൻജോയ് ചെയ്യും. നമ്മൾ അതിനകത്തുള്ള ലോജിക്കോ കാര്യങ്ങളൊന്നും നോക്കൂല, നമുക്കത് ഒരു സ്വപ്നം കാണുന്ന പോലെ നമ്മളതിനെ കണ്ടിരിക്കും. സെയിം അതേപോലെയാണ് ഇവിടെ ഈ ഒരു ചന്ദ്ര എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ലോക്കയിലൂടെ നമ്മൾ കാണുന്നത്. അത്രയും കിഡുവാണ് ഈ സിനിമ. ഈ ഓണത്തിന് നിങ്ങൾ ഈ ഒരു പടം, ഞാനിപ്പോൾ രാവിലെ ഹൃദയപൂർവ്വം കണ്ടു. ഹൃദയപൂർവ്വം എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടാണ് ആ പടം ഞാൻ കണ്ടിരുന്നത്. അതായത് നമുക്ക് നൈസായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ആകാംക്ഷയും അമ്പരപ്പും ഒരു എന്താ പറയണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. സോ നിങ്ങൾ ഈ രണ്ട് സിനിമ മിസ് ചെയ്യരുത്. ഹൃദയപൂർവ്വം കാണുക, ലോക്ക കാണുക. നിങ്ങൾ കൂട്ടത്തിൽ ഏതാ ബെറ്റർ എന്നൊരു ചോദ്യം അങ്ങനെ പോലും പറയാൻ പറ്റില്ല. കാരണം രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഓണത്തിന് ഇറങ്ങിയ രണ്ട് സിനിമ ഇത്രയും കിടുവാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. എന്തായാലും നിങ്ങൾ ലോക്ക മൂവി തിയേറ്ററിൽ മിസ് ചെയ്യരുത്. കിടു.